മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും CMRL എന്ന കമ്പനിയും തമ്മിലുള്ള ഇടപാടിൽ അടിമുടി ദുരൂഹത എന്ന് വ്യക്തമാകുന്നു. CMRLന് പണം വാങ്ങി സേവനം നൽകി എന്നത് തെളിയിക്കുന്ന രേഖകളില്ല എന്ന് ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. തടവും പിഴയും ലഭിക്കാവുന്ന തരത്തിൽ കമ്പനിക്കെതിരെ നടപടിയെടുക്കാമെന്നും ROC റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. വിഷയത്തിൽ പ്രതിപക്ഷ വിമർശനങ്ങളെ രാഷ്ട്രീയമായി നേരിടുകയാണ് CPM ഇപ്പോഴും. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അമൽ, ഇന്നലെ രാത്രിയാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വരുന്നത്. അതിൻ്റെ ഓരോ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അടിമുടി ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന റിപ്പോർട്ട്. ഈ വിവരങ്ങൾ നൽകാൻ വിളിച്ചിട്ട് പോലും വേണ്ട രീതിയിൽ ഹാജരാവുകയോ കാര്യങ്ങൾ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം അറിയിക്കാൻ കാര്യങ്ങൾ ഉണ്ടാകില്ല എന്ന് ചുരുക്കം. ഇത് എങ്ങനെയാണ് ഈ ശുപാർശ? അപ്പോൾ CBI വരെ അന്വേഷിക്കാം എന്ന തരത്തിലുള്ള ശുപാർശയും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അടുത്ത ഘട്ടങ്ങളിലേക്ക് ഈ അന്വേഷണം പോകുന്നുണ്ടോ? ഇനിയും എന്തു പറഞ്ഞാകും CPM ഇതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങുക? ദിവീഷ്, വീണയെയും അതോടൊപ്പം എക്സാലോജിക്കിനെയും ഒരു വിധത്തിൽ പാർട്ടിയെയും വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ഇന്നലെ പുറത്തു വന്ന ROCയുടെ റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് കമ്പനി മരവിപ്പിക്കാനായി വീണ നൽകിയിട്ടുള്ള രേഖകളിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുതുതായി പുറത്തു വരുന്ന വിവരം. അതായത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ അടിമുടി ദുരൂഹത നിലനിൽക്കുന്നു. നേരത്തെ CPMഉം അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും വിശദീകരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന പുതിയ വിവരങ്ങൾ. അതായത് ഒരു കമ്പനി ഈ വിവാദം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ കമ്പനി മരവിപ്പിക്കാനായി വീണ ഒരു അപേക്ഷ നൽകിയിരുന്നു ROCക്ക് മുൻപാകെ. ആ അപേക്ഷയിൽ പോലും കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 2 വർഷം പ്രവർത്തിക്കാത്ത ഒരു കമ്പനി മാത്രമാണ്. 2 വർഷമായി എന്തെങ്കിലും ഒരു ഇടപാടുള്ള കമ്പനിയാണെങ്കിൽ അത് മരവിപ്പിക്കാനാവില്ല.